അടിച്ചുപൊളിക്കുള്ള എസ് ഗ്രൂപ്പ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതാണ് മൈൻക്രാഫ്റ്റ്. ഇപ്പോൾ ഗൈസ് നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് പോലത്തെ വേറൊരു ഗെയിമാണ് ഇന്ന് ഞാനല്ല കളിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം അനിയനായ അനാനാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗൈസ് അനാന് ഫുള്ള് അറിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് അനാനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും അറിയാത്തവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവനാണെങ്കിൽ എല്ലാ ദിവസം കളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവനോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ കളിയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ കുറച്ചൊക്കെ കട്ട് ചെയ്തോണ്ട് സോറി കേട്ടാ. കുറച്ചൊക്കെ ഞങ്ങൾ മുമ്പ് കളിച്ചപ്പോൾ ഓർമ്മ വന്ന ഈ വീഡിയോ നമ്മുടെ ഈ കൂട്ടുകാർക്കൊക്കെ അറിയില്ലല്ലോ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇവിടെ കേവി ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ചോണ്ടിരിക്കാട്ടാ. ചെറിയൊരു കേവി പോലെ പ്ലാൻ ഉണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞാൽ നമുക്കൊരു ഗുഹയ്ക്ക് പോകണം. അതാണ് ഇവൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഇവനെ മനസ്സിലാവില്ല. കേവി പോലെ കുറച്ചൊക്കെ ലൂട്ട് ഉണ്ടാവണം. അപ്പം നമുക്ക് ആദ്യം ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം വേണം. ഈ സാധനം ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പം നമുക്കിതിങ്ങനെ കിട്ടും. ഓക്കെ. ഇപ്പോൾ ഇവളും കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ ഈ കൂട്ടുകാർ ഇങ്ങനെ ചെയ്താൽ മതി ഗൈസ്. പിന്നെ സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എടുക്കാണ്ട് ഇങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക് ആ സമയത്ത് ഇതാണ് സ്റ്റെക്ക് വടി. അപ്പം നമുക്ക് വടി ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ. നമുക്ക് പുറത്തേക്ക് എടുത്തേക്കാം. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വിളിക്കാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ടൂൾസ് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പേര് എന്നിട്ട് പിക്കാസ് ഉണ്ടാക്കുക ഇങ്ങനെയാണ് കാണിച്ചു കൊടുത്ത ഒരു വട്ടം കൂടി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തിയാൽ മതി. അപ്പം നമ്മൾ തന്നെ പിക്കാസ് ആവും. നമുക്ക് പിക്കാസ് കിട്ടിയത് നമുക്ക് പൊട്ടിക്കളയാ. അപ്പോൾ പൊട്ടിച്ചോളയാന്ന് പറഞ്ഞാൽ പോവുന്നില്ല. നമുക്ക് ആ സാധനം എടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിങ്ങനെ പൊട്ടിച്ച് നമ്മുടെ കയ്യിൽ പിടിക്കാം. ഇപ്പോൾ ഇതും പിടിച്ച് കിടക്കാം. നമുക്ക് ആരും അറിയാതെ ഇവിടുന്ന് കുറച്ച് സ്റ്റോൺ പൊട്ടിച്ചോണ്ടിരാട്ടെ. അപ്പം നമുക്ക് സ്റ്റോൺ പൊട്ടിക്കാനാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റോൺ തന്നിട്ട് ഉപകാരം സ്റ്റോൺ ലൂട്ട് ഉണ്ടാക്കാം. ഓ കാരണം എന്നിട്ടാന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. നേരത്തെ ഇപ്പൊ വുഡിന്റെ വുഡ് പോലത്തെ ഒരു ടൂള് നമുക്ക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാം. വെച്ചാൽ നമ്മളിപ്പോ വുഡിന്റെ ടൂളല്ലേ, വുഡിനെ അപ്ഗ്രേഡ് ആക്കി സ്റ്റോണായി. ഓ അപ്പം നമുക്ക് ഇനി കുറേ അപ്ഗ്രേഡ് ഉണ്ടാവില്ലേ? ഓറൊക്കെ ഉണ്ടാവും. അയനുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസിലൊക്കെ വരുന്നതാണ്. നമ്മൾ പാർട്ട് 2 അങ്ങനെയൊക്കെ ഇടും. സ്റ്റോൺ കഴിഞ്ഞിട്ടാ അയനാട്ടാ. ഓ നമ്മളിത് കുറേ സ്റ്റോൺ എത്ര സ്റ്റോണായി പൊട്ടിക്കണം? നമ്മൾ 11 സ്റ്റോണായി. കുറേ സ്റ്റോൺ ആവശ്യം ഉണ്ടാവും. ഞങ്ങള് അത്രയും പൊട്ടിക്കണ്ടല്ല, അയൻ കിട്ടുമോ? ഓ അയ്യം കിട്ടൂലേ? അയ്യം കിട്ടി നമുക്ക് അതിനേക്കാളും കൂടുതൽ ചെയ്യാല്ലേ? കുറച്ച് നല്ല. അപ്പം നമുക്ക് ഉപകാരം സ്പീഡിൽ പോവും. സ്പീഡൊന്നും പോവില്ല. പിന്നെ അയൻ കിട്ടിയിട്ടാണ് നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടാണ് രാത്രി ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാലോ. അപ്പം രാത്രി ആകുമ്പോൾ വന്നിട്ട് നമുക്ക് പേടിക്കണ്ടേ? സോംബീനെയും പേടിക്കണ്ട, ക്രീപ്പറിനെയും സ്കെൽറ്റനും പിടിച്ചാൽ മതി. ഓ അപ്പം ഇതിൻ്റെ ഉള്ള ഉണ്ടോയെന്ന് നമുക്ക് തന്നെ അറിയാം. കുറച്ചടിക്ക് ഇറങ്ങിപ്പോയാൽ മതി. ഓ അപ്പം നമ്മളിപ്പോൾ പോവാണെങ്കിൽ നമ്മൾ അടിക്കില്ലേ? പക്ഷെ നമ്മുടെ ടൂളുള്ള കാരണം നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റില്ല അവനെ. വാള് വേണം. വാളിന് നല്ല ഡാമേജ് ഉണ്ട്. ഇപ്പം വാളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറേ നാളെടുക്കോ? സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അത്രയും ഈ വീഡിയോയിൽ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? ഈ വീഡിയോ ഉണ്ടാക്കിയാലോ നമുക്കപ്പോൾ? ഉണ്ടാക്കാൻ അതിനുള്ള വുഡില്ല. ഓ നമുക്കപ്പോൾ വുഡ് വേണം. അപ്പം നമുക്ക് വുഡ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് വുഡ് കട്ട് ചെയ്യാം. ആണെങ്കിൽ ഉണ്ടാക്കാട്ടാ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം വുഡ് കട്ട് ചെയ്യാം. നമുക്ക് വുഡ് കട്ട് ചെയ്യാൻ പോവും. വേണ്ട, കുറച്ചധികം വുഡ് ഉണ്ട്. ഇതൊക്കെ മതിയായിരിക്കും. വുഡ് നമുക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് അല്ലാണ്ട് തന്നെ വുഡ് ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. നമുക്ക് വുഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാൻ നോക്കാം. സ്റ്റോണിൻ്റെ സോഡ് ഉണ്ടാക്കാം. ഓ അയ്യോണ്ട് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. അപ്പം അയണ്ടല്ല, സ്റ്റോണിൻ്റെ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റോണിൻ്റെ ഉണ്ടാക്കാം ഒരെണ്ണം. കാര്യട്ടാ. ശരി. അപ്പം നമുക്ക് എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സോംബിനെ വന്നാൽ ഞാൻ തല്ലിക്കൊല്ല. ഓ നമുക്കപ്പോൾ വാള് പോലെയാണോ ഉപയോഗിക്കുക? കാണിച്ചു തരാം. വാള് ഇങ്ങനെ പിടിക്കുക. ഓ അറ്റാക്ക് കൂടുതലുണ്ടാവില്ലേ? എന്നാൽ സോംബിക്ക് കുറേ ബുദ്ധിമുട്ടാവൂലേ? നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ കല്ല് പൊട്ടിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് പെട്ടെന്ന് മൂർച്ച കുറയും. ഓ ഇനി മൂർച്ചൊക്കെ കുറഞ്ഞപ്പോൾ എന്നിട്ട് ചെയ്യാൻ വീണ്ടും ഉണ്ടാക്കാനല്ലേ? അവിടെ സ്റ്റോൺ നമ്മൾ ഇങ്ങനത്തെ ടാർഗറ്റ് വന്നിട്ട് അയൻ കണ്ടുപിടിക്കുക. ഓ നമ്മൾ ഓരോ ടാർഗറ്റ് ആയിക്കില്ല കളിക്കുക. അടുത്തത് അയൻ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് അയനെ ആർമറാക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ കുറേ ഷീൽഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഷീൽഡൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ നമ്മുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് നമ്മുടെ ഫോട്ടോ വെറുതെ കാണിച്ചു തരാം.
ഗൈസ് നമുക്കിപ്പോൾ എന്നിട്ടൊക്കെ ഉണ്ടാക്കണം, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേ നമുക്ക് ഇതുണ്ടാക്കണം, പിന്നെ നമുക്ക് ബോഡീന് സാധനം ഉണ്ടാക്കണം, ഷീൽഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം നമുക്കിതൊക്കെ ഈ തുടരും വരും. അവിടെ തുടരും എന്ന് പറയണ പോലെ തുടരും. അതൊന്നും സാധനം ഉണ്ടല്ലോ, അത് മഷ്റൂമല്ലേ? പെട്ടെന്ന് വിചാരിച്ച പേടിച്ച് ഗൈസ്. ഇങ്ങനെ പൊന്തിക്കെന്താണ്? അതില്ല, ഇവിടെ ഉണ്ട് ഈ സാധനം, മഷ്റൂം തന്നെയല്ലേ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ലൈക്കും ചെയ്യണേ. അയ്യാണ് കണ്ടെത്തിയ അയ്യാൻ കണ്ടെത്താൻ നോക്കാം. നമുക്ക് ടോർച്ച് ഉണ്ടാക്കിക്കോടെ? ടോർച്ച് ഉണ്ടാക്കാൻ കൂളാടാ. കോളില്ല അല്ലേ? ഞാൻ എന്നാലേക്കൊരു പേടിയുണ്ട് സംശയം. അയ്യണ എന്നൊരു ഉപകാരം. നമ്മൾ പറഞ്ഞ നമ്മുടെ മനസ്സിലായി. സോറി അയണ വായിക്കണം. അയണ അപ്പൊ നമ്മൾ അയ്യൻ കണ്ടെത്തി. അയണാണോ സംശയം? അയ്യണ വിളിച്ചോക്ക്. പക്ഷെ നമ്മൾ അയ്യണാന്ന് തോന്നുന്നു. എന്നാ ഞാൻ പൊട്ടിച്ചോണ്ടിരിക്കാണ്. കിട്ടിയാ? അയണല്ല. ഓ അയ്യണല്ല, സ്റ്റോണായിരുന്നു. അപ്പം നമ്മളിന്ന് കുറേ തപ്പണ്ട വരില്ലേ? തെളിങ്ങിയപ്പോഴേ ഡൗട്ടടിച്ചു. അപ്പം നമുക്കിന്ന് കുറേ തപ്പണ്ട വരില്ലേ? നമുക്ക് എന്നിട്ട് നമുക്കൊരു വലുതാകുമ്പോൾ ഒക്കെ കുറേ പാട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ വീടൊക്കെ പണിയില്ലേ? നമുക്ക് കുറേ ടൂളൊക്കെ പണിയണം ആദ്യമല്ലേ? ടൂളൊക്കെ പണിഞ്ഞിട്ടാണ് നമുക്ക് പേടിക്കണ്ട അപ്പോൾ സോംബീനെ അല്ലേ? പക്ഷെ ഇപ്പോൾ രാത്രി സോംബി വരില്ലേ? അപ്പം നമുക്ക് ഒളിക്കണ്ടേ? ഒളിക്കൊന്നും വേണ്ട, നമ്മുടെ സോഡില്ലേ? ഓ അപ്പോൾ അവർക്ക് കുറേ സോംബി വന്നാലോ? അന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മൂളിക്ക് ഇങ്ങനെ കയറാം. മറ്റേ ആൾ വന്നാലോ? ക്രീപ്പറാണോ? ക്രീപ്പറാണ് ഇങ്ങനെ കല്ലിങ്ങനെ വെക്കുക. മറ്റേ ബ്ലാക്ക് കളറിൽ ഓർത്തല്ലേ, അവൻ്റെ പേര് ഞാൻ മറന്നു. എൻഡർമാൻ വന്നാലോ? അവൻ വന്നാൽ നമ്മൾ ഓടി രക്ഷപ്പെടാം. അയ്യോ, അവൻ്റെ ഇന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ടെലിപ്പോർട്ടായി വരും. ഓ അവന് ഭയങ്കര സ്പീഡൊന്നുമില്ല, ടെലിപ്പോർട്ടാവും. ഓ ടെലിപ്പോർട്ടായി റെഡി. എൻ്റെ ചാർജ് ചെയ്യാറായ? ചാർജ് ഇവിടെ എന്താ റെഡ് കളർ കഴിയാറായി റെഡ് മൂർച്ചയ്ക്കില്ലേ? റെഡ് കഴിഞ്ഞ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, പൊട്ടിപ്പോ. നമ്മളെന്തൊരു ചെയ്യാ? വേറെ ഉണ്ടാക്കണം. ഡയമണ്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ പൊട്ടൂല്ലേ പെട്ടെന്ന്? ഡയമണ്ടിനാണ് കുറച്ച് അധികം ടൈം എടുക്കും. നമുക്കൊന്നും കാണാനില്ലല്ലേ? ടോർച്ച് ഉണ്ടാക്കണം. കണ്ടില്ലോ? ടോർച്ച് ഉണ്ടാക്കണടാ. ഓ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഇടും മൈൻക്രാഫ്റ്റിന്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോളൂ. നിങ്ങളെല്ലാവരും ലൈക്ക് ഒക്കെ അടിക്കാൻ മറക്കരുത് പ്ലീസ്. ഐ വിൽ ലൈക്ക് ബട്ടൺ പ്ലീസ്. ഇവിടെ ആരും ഇല്ലോ. ഇപ്പം എന്താണ് നമ്മൾ പുതിയതായി കൊണ്ടിരിക്കുക സോംബി നമ്മളെ പേടിച്ചെന്നുണ്ട്. സോംബി ഒന്നും കാണാനില്ല. പിന്നെ എല്ലാവരും നമ്മളിപ്പോൾ ഫുട്ബോളും കളിക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ഫുട്ബോൾ ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഫുട്ബോളും കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഫുട്ബോളും കാണണേ. പേര് DLS എന്നാണ്, ഞങ്ങളുടെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അത്രേ ഉള്ളൂ. അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാ വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം, വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് നയം കണ്ടെത്തിയില്ലെങ്കിലും നമുക്കിന്ന് കുറേ കുഴിക്കാനൊക്കെ പറ്റി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വല്ലതും സ്റ്റോണൊക്കെ കണ്ടെത്താൻ പറ്റും. രാവിലെ ആയിട്ട് ഈ വീഡിയോ കുഴപ്പമില്ല. രാവിലെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. ഓക്കെ. പിന്നെ നമുക്ക് ഇവർ ക്രാഫ്റ്റിംഗ് ഒക്കെ പഠിപ്പിക്കണ്ടേ? ക്രാഫ്റ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്തേക്കേണ്ടി വരും. ഞാൻ ക്രാഫ്റ്റ് നമുക്ക് യൂട്യൂബിൽ സാധനം ഉണ്ടാക്കാട്ടാ. എന്നിട്ട് ആ സാധനം കാണിച്ചു തരാം. യൂട്യൂബിലത്തെ അധികം പേർക്കൊന്നും അതറിയില്ലല്ലോ. എന്നിട്ട് ആ സാധനം കാണിച്ചു തരാം. ഇതാണ് സാധനം. അതുകൊണ്ട് എന്നിട്ട് ഉപകാരം? അതാണ് വാർനസ്. അതുകൊണ്ട് എന്നിട്ട് ഉപകാരം? അതുണ്ടാക്കിയാൽ നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാം. ഓ അപ്പോൾ നമുക്ക് വിശക്കുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഫുഡ് മാത്രമല്ല കുക്ക് ചെയ്യാം. ഹംഗ്രി ലെവലൊക്കെ ഉണ്ടാവും. അതൊന്ന് കാണിച്ചു തരുമോ? നമ്മുടെ കൂട്ടുകാർ കാണിച്ചു കൊടുക്കാൻ ഉണ്ട്. അതല്ല ഹംഗ്രി ലെവല്. അപ്പം ഇത് എന്നിട്ട് ലവിൻ്റെ സാധനം ആർട്ട് പോലത്തെ. അത് നമ്മുടെ ലൈഫ്. ഓ നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫ് നമ്മൾ കുഴപ്പമില്ലാണ്ടെന്ന്. സിമ്പിൾ ഗെയിംസ് ആണെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്സിന് വേണ്ടിയാണ്. നമ്മുടെ പോലത്തെ ഒരു കിഡ്സൊക്കെ നമുക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിംസാണ്. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് പോലത്തെ ഗെയിമാണ്. പക്ഷേ ഇതിൻ്റെ പേര് എന്നിട്ടായിരുന്നു
OP മൈൻക്രാഫ്റ്റ് നമ്മൾ ബ്ലോക്ക് വേൾഡ് ഞങ്ങളുടെ അതിൻ്റെ പേര്. പക്ഷെ കോപ്പില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് അധികം കോപ്പൊന്നുമില്ല. ഇത് ശരിക്കത്തെ മൈൻക്രാഫ്റ്റിൻ്റെ ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മളും ശരിക്കത്തെ മൈൻക്രാഫ്റ്റ് നമ്മുടെ ഡിലീറ്റ് ആയി പോയി. കയറ്റാൻ പറ്റണം. എന്താ ഡിലീറ്റ് ചെയ്ത് പൈസ കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഗായ്സ്, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.